Hello all. This is my first video in my YouTube channel, Aishwarya's Literature Hub. Even though it is the first video, the chapter's name is The Last Lesson and is the first chapter of Class 12 Flamingo English Textbook. And we will start with the lesson. So the lesson's name is The Last Lesson. As the title suggests, it is all about the last lesson. And the author of this chapter or this lesson is Alphonse Daudet. Who is Alphonse Daudet? So this is Alphonse Daudet. We will study about him in detail in the next slide. So Alphonse Daudet was a French novelist. അൽഫോൺസ് ഡാഡറ്റ് എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് നോവലിസ്റ്റ് ആയിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ നോവൽസ് കൂടുതലായിട്ടും എഴുതിയിരുന്നത് ഫ്രഞ്ചിലാണ്. ആൻഡ് ഹി വാസ് ഓൾസോ ഷോർട്ട് സ്റ്റോറി റൈറ്റർ. ഒരു ചെറുകഥാകൃത്ത് കൂടിയായിരുന്നു അദ്ദേഹം. ജോയിൻഡ് ആർമി ടു ഫൈറ്റ് ഫ്രാൻസ് പ്രഷ്യൻ വാർ. ഈ ഒരു കഥ, അതായത് ഈ ഒരു സ്റ്റോറി സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫ്രാൻസും പ്രഷ്യയും തമ്മിലുള്ള വാറിൻ്റെ കാലഘട്ടത്തിലാണ്. അതായത് ഒരു 1870 to 1871 കാലഘട്ടത്തിലാണ് ഈ ഒരു കഥ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു നമ്മുടെ ഈ ഒരു ഫ്രാൻസ് പ്രഷ്യൻ വാർ നടക്കുന്ന സമയത്ത് ആർമിയിൽ ജോയിൻ ചെയ്ത വ്യക്തിയാണ് അൽഫോൺസ് ഡാഡറ്റ്. ഇനി അദ്ദേഹത്തിൻ്റെ വർക്ക്സ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇഫ് യു ലുക്ക് ഇൻ ടു ഹിസ് വർക്ക്സ് വി ക്യാൻ സീ ദാറ്റ് ഫ്രാൻസ് ഡിഫീറ്റ് ഹാസ് ആക്ച്വലി അഫക്റ്റഡ് ഹിം എ ലോട്ട് ആൻഡ് ഇറ്റ് ഇസ് റിഫ്ലക്റ്റഡ് ഇൻ ഹിസ് വർക്ക്. അദ്ദേഹത്തിൻ്റെ വർക്ക്സിലല്ല, അദ്ദേഹത്തിൻ്റെ നോവൽസിലാണെങ്കിലും ഷോർട്ട് സ്റ്റോറിയിലാണെങ്കിലും അതുപോലെ പോംസിലാണെങ്കിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഫ്രാൻസിൻ്റെ ഡിഫീറ്റ് അദ്ദേഹത്തെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഹി വാസ് എ സ്കൂൾ ടീച്ചർ ഫസ്റ്റ് ആൻഡ് ഹി ക്വിറ്റ് ഹിസ് ജോബ് ടു ബിക്കം എ ജേർണലിസ്റ്റ് ഇൻ പാരീസ്. അപ്പം റൈറ്റിംഗ് എന്നുള്ള പാഷൻ അല്ലെങ്കിൽ എഴുത്ത് എന്നുള്ള ആ ഒരു മേഖല വളരെയധികം ഇഷ്ടമായതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, സ്കൂൾ ടീച്ചർ എന്നുള്ള ജോബ് ഉപേക്ഷിച്ചിട്ട് ആൻഡ് ഹി ഡിസൈഡഡ് ടു ബിക്കം എ ജേർണലിസ്റ്റ്, ഒരു ജേർണലിസ്റ്റ് ആവാൻ തീരുമാനിച്ചു. ആൻഡ് വെയർ ഇൻ പാരീസ്. ഇനിയും അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹം കുറേ പോയിംസ് എഴുതിയിട്ടുണ്ട്. ആൻഡ് ദീസ് പോയിംസ് ആർ ബീങ് മെയ്ഡ് ഇൻ ടു എ കളക്ഷൻ ആൻഡ് ദിസ് കളക്ഷൻ ഇസ് നോൺ ആസ് ലെസ് അമോറസസ്. സോ അദ്ദേഹത്തിൻ്റെ കളക്ഷൻ ഓഫ് പോയിംസ്, അതായത് ആ പോയിംസ് അദ്ദേഹം എത്ര പോയിംസ് എഴുതിയോ ആ ഒരു പോയിംസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ പറയുന്നത് ലെസ് അമോറസസ് എന്ന്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. മേജർ തീംസ്. എന്താണ് ഈ ഒരു ലെസൺ, എന്തിനെ പറ്റിയാണ് ഈ ഒരു ലെസൺ എന്നുള്ളതാണ് മേജർ തീംസിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ലാംഗ്വേജ് ക്രൈസിസ്. ലാംഗ്വേജ് ക്രൈസിസ് അല്ലേ, എന്തായിരിക്കും ലാംഗ്വേജ് ക്രൈസിസ്? In this chapter, we are talking about two languages, German and French. So we know that the author was a French novelist, and this chapter is all about the importance of French as a language. So language crisis അല്ലേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ, അതായത് ഇപ്പം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ, ഓക്കെ, ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ ലൈക്ക് ഇൻ ഇന്ത്യ. Some people from European countries coming and telling us that we are not supposed to use any Indian languages. We must use English, only English. So there's a language crisis, right? Someone is imposing one language on us and we are not supposed to use our mother tongue, right? സോ അതൊരു ലാംഗ്വേജ് ക്രൈസിസ് ആണ്. നമ്മുടെ ലാംഗ്വേജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു വിധേനയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഇസ് ലാംഗ്വേജ് ക്രൈസിസ്. So here also the same situation is happening. We will see in the summary. Language as an asset. So someone's mother tongue is their most beautiful language. അതായത് ഇപ്പം if you ask me which is the most beautiful language in the world, I would say it's Malayalam because it is my mother tongue. അല്ലേ, അപ്പം ഓരോരുത്തർക്കും അവരവരുടെ മദർ ടങ് ആയിരിക്കും ഏറ്റവും ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എവറി ലാംഗ്വേജ് ഈസ് ആൻ അസറ്റ് അല്ലേ, എല്ലാ ലാംഗ്വേജും ഒരു അസറ്റാണ്. ലുക്കിംഗ് ഇൻ ടു ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു അസറ്റാണ് അല്ലേ. ഇംഗ്ലീഷ് ഈസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. സോ ഇംഗ്ലീഷ് വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ്. എവിടെ ചെന്നാൽ നമുക്ക് ഇംഗ്ലീഷ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പം നമുക്ക് രണ്ട് പേര്, അതായത് ഇപ്പം
എനിക്കും ഇംഗ്ലീഷ് അറിയാം, മറ്റൊരാൾക്കും ഇംഗ്ലീഷ് അറിയാം, പക്ഷേ എനിക്ക് അവരുടെ ഭാഷ അറിയത്തില്ല. ഞാനിപ്പം ഒരു മലയാളിയാണ്, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മലയാളി ആവണമെന്നില്ല. പക്ഷേ ഇഫ് വി നോ ഇംഗ്ലീഷ്, അല്ലേ, ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇംഗ്ലീഷ് അറിയാമെങ്കിൽ both of us know English. If both of us know English, then what we can do is we can converse in English. അല്ലേ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷിൽ സംസാരിക്കാം. സോ ലാംഗ്വേജ് ഈസ് ആൻ അസറ്റ്. ഫിയർ, ഷെയിം ആൻഡ് അഗണി ഓഫ് ലൂസിങ് ഫ്രീഡം ഇൻ ലേണിംഗ് ആൻഡ് യൂസിങ് മദർ ടങ്. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെ, അതായത് നമ്മുടെ മദർ ടങ് നമുക്ക് യൂസ് ചെയ്യാനുള്ളൊരു ഫ്രീഡം നമുക്ക് നഷ്ടപ്പെടുകയാണ് അവിടെ. അപ്പം അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ളൊരു പേടി, യൂസ് ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി, ഒരു നാണക്കേട്, ഒരു എന്താ പറയുക, നമ്മുടെ ഒരു വിഷമം, ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ലിംഗ്വിസ്റ്റിക് ഷോവിനിസം, ടേക്കിംഗ് പ്രൈഡ് ഇൻ വൺസ് ഓൺ ലാംഗ്വേജ്. നമ്മുടെ ലാംഗ്വേജിനെ തന്നെ പറ്റി നമുക്ക് തന്നെ ഒരു അഭിമാനം തോന്നുക, അതാണ് എന്താ ലിംഗ്വിസ്റ്റിക് ഷോവിനിസം എന്ന് പറഞ്ഞാൽ. എൻ്റെ ലാംഗ്വേജാണ് എനിക്ക് വലുത് എന്ന് പറയുന്നതാണ്. എവിടെ ചെന്നാലും മലയാളികൾ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്, അല്ലേ? അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഇന്ത്യൻസ് ആണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്. വി ആർ പ്രൗഡ് ഓഫ് ബീങ് ഇന്ത്യൻസ്, അല്ലേ? അല്ലെങ്കിൽ വി ആർ പ്രൗഡ് ഓഫ് ബീങ് മലയാളീസ്. സോ അത് ആ ഒരു നമ്മുടെ ലാംഗ്വേജിനെ പറ്റി നമുക്ക് അങ്ങനെ ഒരു അഭിമാനമുണ്ട്. വി നോ മലയാളം, വി ആർ മലയാളീസ് ആൻഡ് വി ലവ് അവർ ലാംഗ്വേജ്, ഓർ വി ലവ് അവർ ലാംഗ്വേജ്. ഇപ്പോൾ ഒരു ഹിന്ദി സംസാരിക്കുന്ന ആളാണെങ്കിൽ ഹിന്ദി ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് ഇൻ ദ വേൾഡ് എന്നവർ പറയും, അല്ലേ? So these are the major themes of this chapter. Moving on to the next one, setting or background. So I have told you already that this chapter is set in the years 1870 to 71. 1870 മുതൽ 71 ഉള്ള കാലഘട്ടത്തിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. So it were the days of Franco-Prussian war. So the people of France were fighting for their rights. Okay, ഫ്രാൻസിലെ ആൾക്കാർ അവരുടെ റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചു നമ്മുടെ ഓതർ, അതായത് നമ്മുടെ അൽഫോൺസ് ഡോഡറ്റ്, അദ്ദേഹം ആർമിയിൽ ചേർന്നത് ഈ ഫ്രാങ്കോ പ്രഷ്യൻ വാറിൻ്റെ സമയത്താണ്. ഫ്രാൻസ് വാസ് അറ്റാക്ഡ് ആൻഡ് ക്യാപ്ചർഡ് ബൈ പ്രഷ്യൻ ഫോഴ്സസ്. സോ ഫ്രാൻസ് അറ്റാക്ക് ചെയ്യപ്പെട്ടു. നമുക്കറിയാം, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ അറ്റാക്ക് ചെയ്യും ക്യാപ്ചർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഹിസ്റ്ററീസിലൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്, അല്ലേ? ഈവൻ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു നാട്ടുരാജ്യം മറ്റൊരു നാട്ടുരാജ്യത്തെ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഫ്രാൻസ് വാസ് ഓൾസോ അറ്റാക്ഡ് ആൻഡ് വാസ് ക്യാപ്ചേർഡ് ബൈ ദ പ്രഷ്യൻ ഫോഴ്സസ്. ആൻഡ് പ്രഷ്യ വാസ് ദെൻ ലെഡ് ബൈ ഓട്ടോ വോൺ ബിസ്മാർക്ക്. അപ്പം ആ സമയത്ത് പ്രഷ്യയെ നയിച്ചിരുന്ന ആളാണ് ഓട്ടോ വോൺ ബിസ്മാർക്ക് എന്ന് പറയുന്നത്. സോ ഹി വാസ് എ പ്രഷ്യൻ സ്റ്റേറ്റ്സ്മാൻ ആൻഡ് ഫസ്റ്റ് ചാൻസലർ ഓഫ് ജർമ്മനി. ഫ്രഞ്ച് ഡിസ്ട്രിക്ട്സ് അൽസീസ് ആൻഡ് ലൊറെയ്ൻ വെൻറ്റ് ഇൻ ടു പ്രഷ്യൻ ഹാൻഡ്സ്. അപ്പം അൽസീസും ലൊറെയ്നും രണ്ട് ഡിസ്ട്രിക്ട്സ് ആണ് നമ്മുടെ ഫ്രാൻസിൻ്റെ. അപ്പം ഈ രണ്ട് ഡിസ്ട്രിക്ട്സ് എന്ത് ചെയ്തു, പ്രഷ്യൻസ് ക്യാപ്ചർ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് കുറേ ചേഞ്ചസ് ഒക്കെ വന്നു. അതിലൊരു ചേഞ്ച് ആയിരുന്നു ജർമ്മൻ എന്നുള്ള ലാംഗ്വേജ് ഫ്രഞ്ച് പഠിപ്പിക്കുന്ന എല്ലാ സ്കൂളിലും ഇമ്പോസ് ചെയ്ത്. അതായത് ഫ്രഞ്ച് എന്ന് പറയുന്ന ലാംഗ്വേജ് ഇനി മുതൽ പഠിപ്പിക്കാൻ പാടില്ല, പകരം ജർമ്മൻ മാത്രമേ പഠിപ്പിക്കാൻ പാടുള്ളൂ. സോ ദ ന്യൂ പ്രഷ്യൻ റൂളർ ഡിസ്കണ്ടിന്യൂ ടീച്ചിങ് ഫ്രഞ്ച് ഇൻ സ്കൂൾ. അപ്പം ഇനി മുതൽ ഫ്രഞ്ച് പഠിപ്പിക്കേണ്ട, പകരം ജർമ്മൻ മാത്രം പഠിപ്പിച്ചാൽ മതി. ഓക്കെ, സോ ദീസ് വെയർ ദ മേജർ ഡിസിഷൻസ് മെയ്ഡ് ബൈ ദ പ്രഷ്യൻ. വൺ ഓഫ് ദ മേജർ ഡിസിഷൻ മെയ്ഡ് ബൈ ദ പ്രഷ്യൻ റൂളർ. അതായത് എന്താണ്, ഫ്രഞ്ച് പഠിപ്പിക്കേണ്ട, പകരം ജർമ്മൻ പഠിപ്പിച്ചാൽ മതി. അപ്പോൾ കുറേ നമ്മുടെ ഡിസ്ട്രിക്ട്സ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്തു, പ്രഷ്യൻ ഫോഴ്സസ് ക്യാപ്ചർ ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ചേഞ്ചസ് വന്നത്. ആൻഡ് ദ സെറ്റിംഗ് ഓഫ് ദിസ് സ്റ്റോറി ഇസ് 1870 to 71 days of Franco-Prussian War. Moving to the next slide, the summary. അപ്പം സമ്മറി ഞാൻ കുറേ സീൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, കുറേ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ യു. ഫ്രാൻസ് ഇസ് ലേറ്റ് ഫോർ സ്കൂൾ. അപ്പം നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ അല്ലെങ്കിൽ ഈ ഒരു ലെസണിലെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ, ദ മേജർ ക്യാരക്ടർ, വൺ ഓഫ് ദ മേജർ ക്യാരക്ടർ ഓഫ് ദിസ്
chapter is France. Okay, France is late for school, was supposed to prepare for participles, was afraid of M. Hamel, tempted to skip the school. So France is a little boy. So he is late for school. He is very lazy. He is a sensitive one, and he is not interested in learning French. So he is late for school. And that day, M. Hamel, his French teacher, told the whole class that they will be questioned on participles. Participles-നെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും എന്ന് എം ഹാമൽ ഒരു ഫ്രഞ്ച് ടീച്ചർ പറഞ്ഞിരുന്നു. സോ എം ഹാമൽ ഇസ് എ വെരി സ്ട്രിക്റ്റ് പേഴ്സൺ. ഓക്കെ, ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്കൂൾ ടീച്ചറാണ് എം ഹാമൽ എന്ന് പറയുന്നത്. സോ എവറി ഡേ ഹി വിൽ ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ദിസ് ഡേ he was asking, that day he was asking about പാർട്ടിസിപ്പിൾസിനെ പറ്റിയായിരുന്നു അദ്ദേഹം ചോദിക്കാനിരുന്നത്. ആൻഡ് ഫ്രാൻസ് വാസ് ലേറ്റ് ഓൺ ദാറ്റ് ഡേ ആൻഡ് he don't like learning French, so he was not prepared with participles. So there was a temptation for him to skip the school, but anyhow he decided to go to school. അവസാനം സ്കൂളിൽ പോകാൻ തീരുമാനിച്ചു. ടൗൺ ഹാൾ സീൻ, അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സീൻ 1 സീൻ 2 അങ്ങനെ രീതിയിലാണ് ഞാൻ ഈ ഒരു സമ്മറി അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ത്രൂ ദ ഹോൾ ലെസൺ. സോ ദ നെക്സ്റ്റ് വൺ ഇസ് ടൗൺ ഹാൾ സീൻ. ക്രൗഡ് ഗ്യാതേർഡ് നിയർ ദ ബുള്ളറ്റിൻ ബോർഡ്. സോ ഒരു ബുള്ളറ്റിൻ ബോർഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ സ്കൂൾസിലൊക്കെ നമുക്ക് ബുള്ളറ്റിൻ ബോർഡ്സ് ഉണ്ട് അല്ലേ. അപ്പം എന്തിനായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടീസസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്, അവാർഡ്സ്, അതുപോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ ബുള്ളറ്റിൻ ബോർഡിലൂടെയാണ് നമ്മൾ അറിയുന്നത്. സോ ലൈക്ക് ദാറ്റ് ഇവിടെ ഒരു ബുള്ളറ്റിൻ ബോർഡ് ഉണ്ടായിരുന്നു. നമ്മുടെ ടൗൺ ഹാൾ സീനാണ്. ഇപ്പോൾ ടൗൺ ഹാളിൻ്റെ അവിടെയാണ് ഈ ബുള്ളറ്റിൻ ബോർഡ്. അപ്പോൾ അവിടെ ഒരുപാട് പേര് ഇങ്ങനെ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. ദെയർ വാസ് എ ക്രൗഡ്. ഓക്കെ, ആൻഡ് ദിസ് ബുള്ളറ്റിൻ ബോർഡ് വാസ് എ സിമ്പിൾ ഓഫ് ബാഡ് ന്യൂസ്. ഓക്കെ, സിമ്പിൾ ഓർ ആണ് അവിടെ ഒരു തെരുത്തുണ്ട്, സിമ്പിൾ ഓർ എപ്പിറ്റോം ഓഫ് ബാഡ് ന്യൂസ്. അപ്പം എന്തോ ഒരു ബാഡായിട്ടുള്ള അല്ലെങ്കിൽ എന്തോ ഒരു മോശമായിട്ടുള്ള കാര്യം, എന്തോ അത്ര സുഖകരമല്ലാത്ത ഒരു വാർത്തയാണ് ആ ഒരു ബുള്ളറ്റിൻ ബോർഡിലുള്ളത്. അപ്പം അതുകൊണ്ട് ഈ ബുള്ളറ്റിൻ ബോർഡ് എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടാണ്, ഒരു ബാഡ് ന്യൂസിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഒന്നെങ്കിൽ ലോസ് ബാറ്റിൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ് ആയിരിക്കും. ഡ്രാഫ്റ്റ്സിൻ്റെ ഒരു സ്പെല്ലിങ്ങിന് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഓർഡേഴ്സ് ഓഫ് കമാൻഡിങ് ഓഫീസർ, കമാൻഡിങ് ഓഫീസറിൻ്റെ ഓർഡേഴ്സ് ആയിരിക്കാം. അപ്പം എന്തൊക്കെയോ എന്താ പറയുക, ബാഡ് ന്യൂസ് ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം ഈ ബുള്ളറ്റിൻ ബോർഡിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രാൻസ്, he was late for school, so he was in a hurry. So he saw the crowd that was gathered near the bulletin board, but he actually didn't pay attention to that because he want to get into his class somehow. Okay, എങ്ങനെയാണ് എനിക്ക് ക്ലാസ്സിൽ എത്തിയാൽ മതി, അല്ലെങ്കിൽ എനിക്ക്, ഞാൻ പറഞ്ഞു എം ഹാമൽ എന്ന് പറഞ്ഞത് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളാണ്. സോ അദ്ദേഹം എന്ത് ചെയ്യും, ഹി വിൽ ഓൾവേസ് ക്യാരി എ റൂളർ ഇൻ ഹിസ് ഹാൻഡ്. അപ്പം എപ്പോഴും ഒരു റൂളർ ഉണ്ട് എം ഹാമലിൻ്റെ കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിൽ ക്ലാസ്സിൽ നല്ല അടിയൊക്കെ കിട്ടും. അതുകൊണ്ട് നമ്മുടെ ഫ്രാൻസ് എന്ത് ചെയ്തു, ഹി ഡിസൈഡഡ് ടു ഗോ ടു ഹിസ് ക്ലാസ് ആസ് സൂൺ ആസ് പോസിബിൾ. അപ്പോൾ എത്രയും വേഗത്തിൽ ചെന്നെത്താമോ അത്രയും വേഗത്തിൽ പോകാനായിട്ടാണ് ഫ്രാൻസ് ശ്രമിച്ചത്. ആൻഡ് ദെയർ വാസ് എ ബ്ലാക്ക് സ്മിത്ത് ആൻഡ് ഹി ആസ്ക്ഡ് വൈ ഹറി, എന്തിനാണ് ഇത്ര ധൃതി വെച്ച് പോകുന്നത്, അവിടെ പോയിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഇത്ര ധൃതി വെച്ച് എന്താണ് പോകുന്നത്. അപ്പം ഫ്രാൻസ് അറ്റ് ഫസ്റ്റ് he thought that the blacksmith might be mocking at him. അപ്പം ചിലപ്പം എന്നെ മോക്ക് ചെയ്യുമായിരിക്കും, എന്നെ വെറുതെ കളിയാക്കിയതായിരിക്കും, സ്കൂളിൽ ലേറ്റായിട്ട് പോകില്ല, ഇപ്പം കളിയാക്കിയതായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം ഫ്രാൻസ് ഇതൊന്നും അത്ര വലിയ കാര്യമാക്കിയില്ല. ഫ്രാൻസ് എത്രയും പെട്ടെന്ന് സ്കൂളിൽ പോകുമ്പോൾ അത്രയും വേഗത്തിൽ സ്കൂളിലോട്ട് പോയി. Now the school scene. No commotion, complete silence remains Sunday mornings. അപ്പം എന്നും ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബെല്ലടിക്കുന്ന മുമ്പേ ഒരു ബഹളമാണല്ലേ. നമ്മുടെ സൂപ്പർവൈസർ അല്ലെങ്കിൽ നമ്മുടെ ഹെഡ് മിസ്ട്രസ് ആരെങ്കിലും വന്ന് നമ്മളോട് പറയണം ക്ലാസ്സിൽ കയറണമെങ്കിൽ അല്ലേ. അപ്പം സ്കൂൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ ഭയങ്കര ബഹളം. ഒരു ക്ലാസ്സിലോട്ട് കയറുമ്പോൾ ടീച്ചർ പറയേണ്ടി വരും അല്ലേ. ടീച്ചർ പറയും മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ സൈലൻസ് പ്ലീസ് എന്ന് പറഞ്ഞാൽ മാത്രമേ എന്താളൂ കുട്ടികൾക്ക് അത്
മനസ്സിലാവുള്ളൂ, കുട്ടികൾ മിണ്ടാതിരിക്കുള്ളൂ. സോ ഹിയർ ദർ വാസ് complete silence. Just like a Sunday morning, the school was completely silent. There was no sounds of opening and closing of the desk. There was no wrapping of teacher's ruler on the desk. Allengi usually what happens is we can hear the students talking with each other, chatter between the students, or the teacher's ruler wrapped on the desk, and the opening and closing of the desk. Okay, so എന്തെങ്കിലുമൊക്കെ സൗണ്ട് കാണും. ഒരു സ്കൂളാണ്, അറ്റ്ലീസ്റ്റ് ഒരു ബെല്ലിൻ്റെയെങ്കിലും സൗണ്ട് കാണും അല്ലേ. സോ ദർ വാസ് നോ സൗണ്ട്. ആ ഒരു ദിവസം ഒരു സൗണ്ടില്ലെന്ന്. ഇറ്റ് വാസ് ലൈക്ക് ദ സൈലന്റ് സൺഡേ മോർണിംഗ്. M. Hamel and change in his behavior. So Franz finally reached his school, and Emily ഫ്രാൻസിനെ എന്ത് ചെയ്യാറുണ്ട്, ഈ നമ്മുടെ ടീച്ചർ അതായത് M. ഹാമൽ സ്കോൾഡ് ചെയ്യാറുണ്ട് ലേറ്റ് ആവുന്നതിന്. പക്ഷെ ഇന്ന് ഒന്നും സ്കോൾഡ് ചെയ്തില്ല. ഓക്കെ, സോ ഫ്രാൻസ് വാസ് ആക്ച്വലി ഹാപ്പി ബൈ സീയിങ് ദ ബിഹേവിയർ ഓഫ് M. Hamel, because M. Hamel was very silent and very calm, and he didn't scold Franz for being late. And this M. Hamel was wearing a beautiful green coat, frill shirt, little black silk cap, all embroidered. He used to wear this only during special occasions like inspections. അപ്പം സാധാരണ M. Hamel ഇതൊന്നും അങ്ങനെ ഈ ഒരു വസ്ത്രം അങ്ങനെ ധരിക്കാറില്ല. അപ്പം എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണെങ്കിൽ, അതായത് ഇൻസ്പെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ദിവസങ്ങളാണെങ്കിൽ മാത്രമേ നമ്മുടെ M. ഹാമൽ എന്ത് ചെയ്യാറുള്ളൂ, ഈ ഒരു ഗ്രീൻ കോട്ടൊക്കെ ധരിച്ച് വരാറുള്ളൂ. അപ്പോൾ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ദിവസത്തിനുണ്ടെന്ന് നമ്മുടെ ആർക്ക് മനസ്സിലായി, നമ്മുടെ ഫ്രാൻസിന് മനസ്സിലായി. സ്റ്റുഡൻസ് ഇൻ ദ ബാക്ക് ബെഞ്ചസ്. യൂഷ്വലി ദ ബാക്ക് ബെഞ്ച് എന്നാണ് വിൽ ബി എം ടി. ബാക്ക് ബെഞ്ചിൽ സാധാരണ എന്തായിരിക്കും, വളരെയധികം എം ടി ആയിരിക്കും. ആരും ഇരിക്കാറില്ല ബാക്ക് ബെഞ്ചിൽ. ഇനി അഥവാ ഇരുന്നാൽ തന്നെ നമുക്ക് അറിയാം സ്കൂളിലൊക്കെ എന്താണ്, ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവരെ കൊണ്ടുവന്ന് ഫ്രണ്ട് ബെഞ്ചിൽ ഇരുത്താണ് പതിവ്. ടുഡേ ദ വില്ലേജേഴ്സ് ഓക്യുപ്പൈഡ് ദോസ് സീറ്റ്സ് ആൻഡ് സാറ്റ് ലൈക്ക് ദേ വേർ സ്റ്റുഡൻസ്. ഇന്ന് ഫ്രാൻസ് കയറി ചെന്നപ്പം, ക്ലാസ്സിലോട്ട് കയറി ചെന്നപ്പം, വാട്ട് ഹി ഒബ്സർവ്ഡ് വാസ് ദാറ്റ് ഹി കുഡ് സീ ദ വില്ലേജേഴ്സ്, സം ഓഫ് ദ വില്ലേജേഴ്സ് സിറ്റിംഗ് on the back bench. Okay, back benchil ഇരിക്കുന്നതായിട്ട് കണ്ടു. And they sat like students. Students എങ്ങനെയാണോ മിണ്ടാതെ അടങ്ങി ടീച്ചർ പറഞ്ഞ് പഠിപ്പിക്കുന്നത് കേൾക്കുന്നത്, അതുപോലായിരുന്നു ആ വില്ലേജേഴ്സ് ഇരുന്നത്. So some of the villagers were all Hauser, former mayor, former postmaster. So Hauser എന്താണെന്ന് ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. Hauser means one who erects a house or builder. ഒരു ബിൽഡറിനെയാണ് നമ്മൾ Hauser എന്ന് പറയുന്നത്. Next one, the announcement, the last lesson. So the announcement came from M. Hamel. M. Hamel നിന്നാണ് ഈ ഒരു അനൗൺസ്മെന്റ് വന്നത്. The last lesson. M. Hamel പറഞ്ഞു, ഇന്ന് ഇത് നിങ്ങളുടെ അവസാനത്തെ ഫ്രഞ്ച് ലെസൺ ആണ്. ഇനി അങ്ങോട്ട് നിങ്ങളെ ഞാൻ ഫ്രഞ്ച് പഠിപ്പിക്കില്ല. അതിനൊരു കാരണവും പറഞ്ഞു. ബെർലിനിൽ നിന്നും ഒരു ഓർഡർ വന്നിട്ടുണ്ട്. ഇനി മുതൽ ജർമ്മൻ മാത്രം സ്കൂളിൽ പഠിപ്പിച്ചാൽ മതി. ഇവിടൊക്കെയാണ് ഫ്രഞ്ച് ഡിസ്ട്രിക്ട്സ് ആയിട്ടുള്ള അൽസീസിലും ലൊറെയ്നിലും ഇനി മുതൽ സ്കൂളുകളിൽ ജർമ്മൻ മാത്രം പഠിപ്പിച്ചാൽ മതി, ഫ്രഞ്ച് പഠിപ്പിക്കേണ്ട എന്നുള്ള ഒരു ഓർഡർ വന്നിട്ടുണ്ട് ബെർലിനിൽ നിന്നും. സോ അതുകൊണ്ട് നിങ്ങളുടെ ലാസ്റ്റ് ലെസൺ ആണ് ഇത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ദ ഫ്രഞ്ച് ഡിസ്ട്രിക്ട്സ് ഓഫ് അൽസീസ് ആൻഡ് ലൊറെയ്ൻ വെയർ ക്യാപ്ചേർഡ് ബൈ ദ പ്രഷ്യൻ ഫോഴ്സ് നമ്മൾ പറഞ്ഞിരുന്നു. Now the regret. At first, Franz was very happy about what he heard because he don't have to be afraid of M. Hamel anymore for not paying attention to French. Okay, so Franz was actually very happy at first because he don't have to be afraid about M. Hamel, because M. Hamel is not going to teach French from the next day. He is going to another school, and he is leaving the school, and German will be taught and another teacher will be coming. So Franz was very happy, but soon that became regret. So it became a regret later. German was imposed upon the school, so it was forcefully
imposed on these schools. Okay, no one was interested in learning French. Even the villagers were not at all happy about learning French. So even if the villagers never had a chance to study in a school and being taught by a teacher like M. Hamel, they were very sad because French was the most beautiful language according to them, and German was being forced on the students in the school. The idea of not able to see M. Hamel again was really sad for him. So even if he was afraid of M. Hamel, he liked M. Hamel. Okay, so the idea of not seeing M. Hamel after this was actually shocking for him. So that made him sad and regretful. Now, participles. M. Hamel questioned Franz on participles. So, as Franz expected, M. Hamel questioned him on participles, and Franz was not able to answer about participles. And now M. Hamel, what he did was he started blaming himself for not taking this seriously. അപ്പം കാര്യം നമ്മുടെ ഫ്രാൻസിന് എം ഹാമലിനെ പേടിയൊക്കെ ആണെങ്കിലും എം ഹാമൽ അവസാനം പോകുന്നു എന്ന് കണ്ടപ്പോൾ, അതുപോലെ വില്ലേജേഴ്സ് എന്തുമാത്രം ഈ ഒരു ലാംഗ്വേജിനെ, ഫ്രഞ്ച് എന്നുള്ള ലാംഗ്വേജിനെ സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ നമ്മുടെ ഫ്രാൻസിനൊരു റിഗ്രറ്റ് ഒക്കെ ഉണ്ടായി. ഫ്രാൻസ് പ്രതീക്ഷിച്ച പോലെ തന്നെ എം ഹാമൽ ഫ്രാൻസിനോടൊന്ന് പാർട്ടിസിപ്പിൾസ് ചോദിച്ചു. പക്ഷെ ഫ്രാൻസ് ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രാൻസിന് എന്തൊക്കെയോ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ എം ഹാമൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹത്തെ തന്നെ ബ്ലെയിം ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, ഞാൻ ക്ലാസ് ഒന്നും സീരിയസ് ആയിട്ട് എടുത്തില്ലല്ലോ, എൻ്റെ കുട്ടികളെ എനിക്ക് ഫിഷിങ്ങിന് പോകണം എന്ന് തോന്നിയപ്പോൾ ഞാൻ അവരെ പ്ലാന്റ്സിന് വെള്ളം ഒഴിക്കാൻ വിട്ടല്ലോ എന്നൊക്കെ ഓർത്ത് എം ഹാമൽ ബ്ലെയിംഡ് ഹിംസെൽഫ്. ഓക്കെ, love for French. So in the next part, what we can see is M. Hamel's love for French language. So he considered French is the most beautiful language in the world. So ഇത് ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. എം ഹാമലിനെ സംബന്ധിച്ച് ഇപ്പം ഏതൊരാളെ സംബന്ധിച്ച് അവരുടെ മദർ ടങ് എന്ന് പറയുന്നത് will be the most beautiful language in the world, the clearest and logical language. So M. Hamel, he was teaching for the 40 years. Okay, the past 40 years he was teaching French. So for him, French was the clearest and logical language, and he told the villagers and his students that people must guard the language and never forget it. Even if German will be taught in the school, the students and the other people must guard the language in their heart and never forget it. Okay, ഒരിക്കലും അത് മറക്കാൻ പാടില്ല. അവരുടെ ഹൃദയത്തിനോട് ചേർത്ത് വെക്കേണ്ട ഒരു ഭാഷയാണ് അവരുടെ മദർ ടങ് ഫ്രഞ്ച് എന്ന് പറയുന്നത്. അഡ്മിറേഷൻ ആൻഡ് ദ ന്യൂ സ്റ്റാർ. ഫ്രാൻസ് ഹാഡ് നെവർ എവർ ലിസൺ ടു എം ഹാമൽസ് ക്ലാസ്. എം ഹാമലിൻ്റെ ക്ലാസ്സിൽ ഒരിക്കലും നമ്മുടെ ഫ്രാൻസ് ശ്രദ്ധിക്കണമെന്ന് തോന്നിയിട്ടുമില്ല. ബട്ട് ദാറ്റ് ഡേ വാസ് വെരി സ്പെഷ്യൽ ഫോർ ഫ്രാൻസ് അന്ന് പതിവില്ലാതെ he started listening to M. Hamel's class, and he himself thought that he had never listened to M. Hamel's class with that much attention. Hamel brought new copies to practice as if he wanted to start everything afresh. ഹാമലിന് എല്ലാം ഒന്നോടൊന്ന് പുതിയതായിട്ട് കുട്ടികളെ ഫ്രഞ്ച് പഠിപ്പിക്കുന്ന പോലെ കുറേ പുതിയ കോപ്പീസ് കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്നു. അപ്പം എന്താണ് ഹാമൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക ഫ്രഞ്ച് എന്ന് പറയുന്ന ലാംഗ്വേജ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അതിനെ നിങ്ങൾ എങ്ങനെ ഗാർഡ് ചെയ്യണം, അതിനെ എങ്ങനെ മറക്കാതിരിക്കണം എന്നുള്ളത് കുട്ടികളിലേക്ക് കൊണ്ടുവരാനാണ്. ഇത് ഇത്രയും നാളും ഇത് പറ്റിയില്ല, ഞാൻ എൻ്റെ ലാംഗ്വേജിനെ സീരിയസ് ആയിട്ട് എടുത്തില്ല, ഞാൻ എൻ്റെ ലാംഗ്വേജിനെ എൻ്റെ കുട്ടികൾക്ക് സീരിയസ് ആയിട്ട് പഠിപ്പിച്ചു കൊടുത്തില്ല എന്നൊക്കെയുള്ള കുറ്റബോധം മാർക്കുണ്ട് എം ഹാമലിനുണ്ട്. സോ ഹി വാണ്ടഡ് ടു സ്റ്റാർട്ട് എവറിത്തിങ് എഫ്രഷ്. പുതിയതായിട്ട് ഇത് തുടങ്ങണം എന്ന് അദ്ദേഹം, പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, പുതിയതായിട്ട് കുട്ടികളിലേക്ക് ഫ്രഞ്ചിനോടൊരു ഇൻട്രസ്റ്റ് തുടങ്ങി വെക്കണം എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചു. പീജിയൻസ് ആൻഡ് ജർമ്മൻ. സോ ഇതൊരു സെറ്റാറാണ് ആക്ച്വലി. അപ്പം നമ്മുടെ ഫ്രാൻസ് മനസ്സിൽ വിചാരിക്കുന്ന ഒരു
ചോദ്യമാണ്. ഇവർ ഈ ജർമ്മൻ എന്ന് പറയുന്ന ലാംഗ്വേജ് ദേ were successful in actually embossing the language German on the schools of Alsace and Lorraine. But will they be ever be successful in embossing the language German on the pigeons? അതായത് ഈ ഫ്രാൻസിലുള്ള പീജൻസിനെ കൊണ്ട് ഇവർക്ക് ജർമ്മൻ സംസാരിപ്പിക്കാൻ പറ്റുമോ എന്നാണ് ഫ്രാൻസ് ചിന്തിച്ചത്. അതൊരു സെറ്റയറാണ്. സോ now it's time for our dear teacher M. Hamel to bid goodbye. സോ അദ്ദേഹത്തിന് വാക്കുകൾ കിട്ടുന്നില്ല. സോ നമ്മൾ അതിൽ ചോക്കാവുക, അതായത് സംസാരിക്കാൻ പറ്റാതെ തൊണ്ടയിടറുക എന്ന് നമ്മൾ പറയാറുണ്ട്. സോ he was in such a state. So his last words were Viva la France. That is, long live France. Okay, so this was the whole summary of this chapter, or the important points of this chapter. Now to moving on to the major characters, Franz and M. Hamel. Franz major sketch of the character sketch of major characters. First one, Franz, lazy, sensitive and love to play. Okay, നമ്മളെ പോലൊക്കെ തന്നെ, അതായത് നമ്മൾ കുറച്ച് അത്യാവശ്യം മടിയുള്ളവരായിരിക്കും, സെൻസിറ്റീവാണ്, ലവ് ടു പ്ലേ അല്ലേ, നമുക്ക് കളിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഡിസ്ലൈക്സ് ഫ്രഞ്ച് ആൻഡ് ഹേറ്റ്സ് എം ഹാമൽ. അപ്പം എം ഹാമൽ ഇസ് French teacher, so he dislikes French and hates M. Hamel, but we can see in the end of the chapter that he had great admiration for M. Hamel and he started paying attention to M. Hamel and he had a lot of regret in the end, right? After M. Hamel's announcement, he regrets for not learning. M. Hamel parayana like, we are not going to learn French from tomorrow and you are going to learn German and will be taught by a new teacher എന്ന് പറയുമ്പം ഫ്രാൻസ് regrets a lot for not learning. M. Hamel completed 40 years in the school. So M. Hamel has completed 40 years in his school and he loved France and French from core of his heart. അദ്ദേഹത്തിൻ്റെ അടുത്തട്ടിൽ നിന്ന് ഉള്ള സ്നേഹമായിരുന്നു അദ്ദേഹത്തിന് ഫ്രാൻസിനോടും ഫ്രഞ്ചിനോടും ഒക്കെ ഉണ്ടായിരുന്നത്. Consider French is the most beautiful language. So I have mentioned this point in a lot many slides earlier. Traditional school master, that also I have told you. ഒരു ട്രഡീഷണൽ സ്കൂൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, എന്നും ക്വസ്റ്റ്യൻ ചോദിക്കും, എപ്പോഴും റൂളർ കൈ കാണും, അപ്പം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പഠിച്ചു ഇല്ലയോ എന്നൊക്കെ എപ്പോഴും ചെക്ക് ചെയ്യും. അപ്പം അങ്ങനെയുള്ളൊരു ടീച്ചറായിരുന്നു. നോട്ട് ലൈക്ക് അവർ ഓൺലൈൻ ക്ലാസ്സസ് നൗ. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസിൽ അങ്ങനെ ഇല്ലെന്നല്ല, ബട്ട് വി ആർ നോട്ട് ഏബിൾ ടു ചെക്ക് ദ നോട്ട് ബുക്സ് ഓർ എനിത്തിങ്, റൈറ്റ്? So always kept terrible ruler under his arm, a hard taskmaster, highly respected among students and elders. സ്റ്റുഡൻസിൻ്റെയും എൽഡേഴ്സിൻ്റെയും ഒക്കെ ഇടയ്ക്ക് വളരെയധികം റെസ്പെക്റ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരു ടീച്ചറായിരുന്നു. After the order from Berlin came about his transfer, another side of M. Hamel was revealed. So extra soft and gentle. He became extra soft and gentle. He didn't scold France for being late. ഫ്രാൻസിന് വഴക്ക് പറഞ്ഞു, നമ്മൾ കണ്ടല്ലേ, വഴക്ക് പറഞ്ഞില്ല ലേറ്റായിട്ട് വരുന്നത്. സാധാരണ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു, നമ്മുടെ ഹാമൽ ഒരു കുറച്ച് വഴക്ക് പറഞ്ഞേനേമായിരുന്നു. Declared that it was his last lesson in French. Asked people to guard French among themselves and never to forget it. So, thank you. Stay safe and